നമസ്കാരം. ഇന്നലെ മരണപ്പെട്ട വിജയകുമാർ മീര ദമ്പതികളുടെ ചില വിവരങ്ങളാണ് ഇനി ഞാൻ ഇവിടെ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇന്നലെ പകൽ സമയത്ത് ഞാൻ അവിടെ വാർത്ത ശേഖരിക്കാനായി ചെന്നിരുന്ന സന്ദർഭത്തിൽ സ്വകാര്യ ചാനലുകാർ നാട്ടുകാരായിട്ടുള്ള പലരോടും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല, ഇവിടെ ലോക്കലിൽ അധിക സമ്പർക്കമൊന്നുമില്ല എന്നാണ്. ശരിയാണത്. കാരണം സാറാണേലും പുറത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്നത് കാറയിലാണ്. തന്നെയുമല്ല, ഇവർക്ക് ടൂ വീലർ ഉപയോഗമില്ല. ടൂ വീലർ ഉപയോഗം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ പരസ്പരം കാണുന്ന വ്യക്തികളെ കണ്ട് നമുക്ക് മുഖാമുഖം നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് നമുക്ക് മുമ്പോട്ട് പോകേണ്ടി വരിക. അത്തരം കീഴ്വഴക്കങ്ങളൊന്നും ഇല്ല. പോരാത്തതിന് ഇന്നലെ ആ വീടിൻ്റെ ചുറ്റുമതിൽ ഞാൻ ശ്രദ്ധിച്ചു. കാരണം ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ചുറ്റുമതിൽ നല്ലതുപോലെ പുതിയ വൈറ്റ് വാഷ് ചെയ്ത് ഇട്ട മതിൽക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത്. കാരണം ഇവർ ഓരോ വർഷവും വീടിൻ്റെ ഫ്രണ്ട് വശം വൈറ്റ് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ വീടാണെങ്കിലും പരമാവധി നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പം ആരെങ്കിലും ചവിട്ടി കയറിയതായിട്ടുള്ള പാടുകളുണ്ടോ എന്ന് ഞാൻ നിരീക്ഷിച്ചു. അങ്ങനെ ഉണ്ടാകാൻ ഞാൻ നോക്കിയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കാരണം ചെരുപ്പിട്ടാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പാടവിടെ ഉണ്ടാവും. അവിടെ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എന്നാൽ ആ മതിലിൻ്റെ കെട്ടിൻ്റെ ഒരു അറ്റത്ത് ചെറിയ ഗേറ്റുണ്ട്. പഴയ ഗേറ്റോ മറ്റോ എന്ന് തോന്നുന്നു. അതെന്തിനു വേണ്ടി അവർ നിലനിർത്തി നമുക്കറിയില്ല. സാധാരണ ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ആ ഗേറ്റും എടുത്ത് ദൂരെ കളഞ്ഞ് അതും ആ മതിൽക്കെട്ടിനോടും തന്നെ ഉയരമുള്ള ഒരു ഗേറ്റായിട്ടോ അല്ലെങ്കിൽ അത്രയും ഭാഗം കെട്ടി അടക്കിയൊക്കെ ചെയ്യുന്നതാണ് സാധാരണ. പക്ഷെ എന്താണ് അവർ അന്ന് അതിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. അതിലേ കൂടെ ഒന്നോ രണ്ടോ പേർക്ക് ചാടിക്കയറാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, പട്ടിയെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പരിചയസമ്പത്തുള്ള ആൾ, അതായത് ആ മൃഗമായിട്ട് വളർത്തുന്ന ആയാലും ശരി എന്ത് തന്നെയാണെങ്കിലും ശരി അതിനെ നിത്യനെ കൈകാര്യം ചെയ്ത് പരിശീലനമുള്ള, അതായത് ആ വീട്ടിലുള്ള പട്ടീനെ പരിശീലിപ്പിച്ച് കൊണ്ടു നടന്നിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ ഉള്ളൂ അവന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനോ അവനെ ഓടിച്ചെന്ന് പായരാക്കി ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കാന്ന് വെച്ച് നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനെ മയക്കുന്ന പോലെ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് മയക്കിയിട്ട് വേണം ഇഞ്ചക്ഷൻ ചെയ്യാം. അല്ലാതെ ഒന്നും ഓടിച്ചെന്നാൽ ഒന്നും അതുങ്ങളെ ഒന്നും മയക്കാൻ പറ്റുകയില്ല. തന്നെയല്ല, അത് ഈ രാത്രി സമയത്ത് പട്ടി കുരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ പവർ എക്കോ വോയിസും കൂടി വരും. രാത്രി പൊതുവെ എന്തിനും ശബ്ദം കൂടുതലാണ്. പ്രകൃതി നിശബ്ദമായിരിക്കുന്നതുകൊണ്ട് രാത്രിത്തെ സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും ക്ലിയറായിട്ട് ഡബിൾ എഫക്റ്റിൽ എക്കോ അടിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ മിണ്ടാപ്രാണിയുമായിട്ട് പരിചയമുള്ള ഒരാളും ആണ് ഇവിടെ കയറിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെയല്ല, നാട്ടുകാർ പറയുന്ന പോലെ നാട്ടുകാരിൽ ചില അഭിപ്രായങ്ങൾ ഉന്നയിച്ചു. പക്ഷെ അത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഇവർക്കങ്ങനെ അയലോകത്തുള്ള അയൽവാസികളായിട്ട് യാതൊരു സഹകരണവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ കണ്ടില്ലേ, ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് കേട്ടു, ഞങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഇവിടെ വന്നാൽ പോലും ഗേറ്റിൻ്റെ അകത്ത് കടക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാൾ വരും, ഉത്തരവാദിത്തപ്പെട്ടവർ വരും, വന്ന് ആ പ്രചരണ നോട്ടീസ് കൈപ്പറ്റി പോകുന്നതാണ് പതിവ്. അല്ല, ഞങ്ങളതിനകത്ത് കയറേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രയ്ക്കും അടച്ചുറപ്പുള്ള ഒരു കോമ്പൗണ്ടാണ്. അത്രത്തോളം അടച്ചുറപ്പുള്ളൊരു കോമ്പൗണ്ടിൽ പൂർണ്ണ ആരോഗ്യവാനായ വിജയകുമാർ സാറിനെയൊക്കെ അനായാസമൊന്നും കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. തന്നെയല്ല, നമ്മളിനിയിപ്പോൾ ആ ഗേറ്റ് പകൽ സമയത്ത് ആ ഗേറ്റ് കടന്നകത്ത് കയറിയാൽ പോലും അവർ ചടയെന്ന് ഡോറ് തുറക്കത്തില്ല. അവർ ആ വലിയ ജനല ഫ്രണ്ടിലാണെങ്കിലും കിച്ചൺ വരെ
ഒരുവിധം വലിപ്പമുള്ള ജനാല. അത് ഫ്രണ്ട് വ്യക്തമായി കാണാം. ആ കോമ്പൗണ്ടിനകത്ത് ഒരു 100 പേര് വന്നാൽ പോലും വ്യക്തമായി കാണാം. അത്രത്തോളം ജനലുകളുണ്ട്. ജനലിൽ കൂടെ അവർ നിന്ന് നോക്കി ആരാ എന്താണെന്ന് അന്വേഷിച്ച് ശേഷം കതക് തുറക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ വന്ന് കതക് തുറക്കാറുള്ളൂ. അല്ലാതെ ഓടി ആരെങ്കിലും വന്നെന്നും പറഞ്ഞ് ഒന്നാമത് ആ ഗേറ്റ് കടന്ന് നമുക്ക് അതിനകത്ത് പ്രവേശിക്കാൻ ഒക്കുകയല്ല. ഓൾറെഡി റിമോട്ട് കൺട്രോൾഡ് ഗേറ്റാണ്. ആരാണ് എന്താണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ കതക് തുറക്കാറുള്ളൂ. പിന്നെ ഈ നട്ടപ്പാതിരായ്ക്ക് ഓടി വന്ന് കതക് തുറന്നു എന്നൊക്കെ പറയുന്നത് ഇച്ചിരി വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. തന്നെയുമല്ല, ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഇത് പറയാൻ കാര്യം, ഒരാളാണ് ഈ കൃത്യനിർവഹണം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാറ് നല്ലൊരു ആരോഗ്യവാനാണ്. ഏകദേശം 6 അടി ഉയരവോളം ഉണ്ട്. 6 അടിയുടെ അടുത്തുണ്ട് സാറിൻ്റെ ഹൈറ്റ്. അതനുസരിച്ച് ബോഡി വെയ്റ്റും ഉണ്ട്. അത്യാവശ്യം കണ്ടാൽ നല്ലൊരു ആരോഗ്യവാനാണ് അദ്ദേഹം. മറ്റുള്ള അസുഖങ്ങളുള്ളതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. ഈ ആസാമീസ് എന്ന് പറയുന്ന മുൻ ജീവനക്കാരൻ എന്ന് പറയുന്ന വ്യക്തിക്കും 50 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒറ്റയ്ക്ക് വന്ന് ഇവരെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. ഒപ്പം നല്ല ഒരു ആരോഗ്യവാനായ ഒരാളും കൂടി ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. പറയാൻ കാര്യം, 2 പേര് വന്നാലും ആ 2 പേരിൽ ഒരാൾ ഈ പറയുന്ന നായയെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ ആ വീടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അറിയാവുന്ന ഈ നമ്മുടെ വീടാകുമ്പോൾ ചെറിയൊരു തൂമ്പ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോടാലി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഉപകരണങ്ങൾ നമ്മുടെ ഏതൊരു വീടുകളിലും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഇവരുടെ ഔട്ട് ഹൗസിനോട് ചേർന്നുള്ള ആ സ്ഥലത്ത് ഒരു റൂം പോലും ഉണ്ട്. അവിടെ ഈ വക സാധനങ്ങൾ, പണി സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യമുള്ള പണി സാധനങ്ങൾ, കൈക്കോട്ടാണെങ്കിലും തൂമ്പയാണെങ്കിലും ചട്ടിയാണെങ്കിലും ഒക്കെ അവിടെയുണ്ട്. ആ വക സാധനങ്ങളൊക്കെ ഇന്നടത്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി എടുക്കാൻ കഴിവുള്ള വ്യക്തിയും ആയിരിക്കണം. അല്ലാതെ ഒരു മുൻപരിചയവും ഇല്ലാത്ത വ്യക്തി അവിടെ ചെന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല. ആ വ്യക്തി ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റുകയില്ല എന്നതാണ് ഇതിനകത്ത് എൻ്റെ ഒരു നിഗമനം. ആ വ്യക്തി എത്ര മുൻപരിചയമുള്ള ആളാണെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഇതെല്ലാം കഴിഞ്ഞ് മൊബൈൽ ഫോണും കൊണ്ടുപോയി, പ്ലസ് നമ്മുടെ ആ CCTVയുടെ സ്റ്റോറേജ് ചെയ്യുന്ന ഡിസ്കും കൊണ്ടുപോയി. അപ്പം ടെക്നിക്കലി പണി അറിയാവുന്ന ഒരാളും കൂടിയുണ്ട് അല്ലേ? ആസാമീസിന് ഇതൊക്കെ അറിയാമോ എന്നുള്ളത് നമുക്കറിയില്ല. അയാൾക്കറിയാം, മുൻ ജീവനക്കാരന് ഇതൊക്കെ അറിയാമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് കൃത്യമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരാൾ നിർവഹിച്ചാൽ പറ്റുകയില്ല. മിനിമം 2 പേര്, മിനിമം 2 എന്നാണ് എൻ്റെ ഒരു നിഗമനം. മിനിമം 2ൽ പ്ലസ് ഒന്നും കൂടെ കൂടിയാൽ 3 ആയാലും തെറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു വിലയിരുത്തലാണ് കേട്ടോ. കാരണം ആ വീടിൻ്റെ സിസ്റ്റം വെച്ച് അല്ലെങ്കിൽ ഇവരുടെ ജീവിതശൈലി വെച്ച് നോക്കുമ്പോൾ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, പട്ടപ്പകലാണെങ്കിൽ പോലും നമ്മളെ ഗേറ്റ് കടന്നകത്ത് കയറിയാൽ പോലും അവർ നമ്മളെ കണ്ട് ഉടനെ ഇറങ്ങി വരികയില്ല. അവർ ജനാലിൽ കൂടെ നോക്കി കാര്യങ്ങൾ അന്വേഷിച്ച് അത് കഴിഞ്ഞ് ഡോറ് തുറക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഡോറ് തുറന്ന് കയറാറുള്ളൂ. അതുപോലെ തന്നെ ഗസ്റ്റ് വല്ലവരും വന്നാൽ, ഗസ്റ്റൊക്കെ പിന്നെ ഓൾറെഡി മുൻകൂട്ടി ഫോൺ വിളിച്ച് പറഞ്ഞ് വരുന്ന കേസുകളാണ്. അതിനെ നമ്മൾ ഈ കൂട്ടേണ്ട കാര്യമില്ല. ഒരു വിരുന്നക്കാരാണെങ്കിലും ഞാൻ ഇന്ന സമയത്ത് വരുന്നു, എത്ര മണിക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പണിക്കാരോട് പറഞ്ഞാൽ മതിയില്ല, ആ ഗേറ്റ് ഒന്ന് തുറന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാം. അതല്ലാതെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇത്രയും സിസ്റ്റങ്ങളുള്ള ഒരു ഭവനത്തിൽ ഓടിച്ചെന്ന് അനായാസം, നട്ടപ്പായലാണേലും ശരി പട്ടപ്പായലാണേലും ശരി, അനായാസം ഇത്തരം കൃത്യനിർവഹണങ്ങൾ ചെയ്യുക, അതായത് 2 പേരെ നീചമായി കൊലപ്പെടുത്തി മടങ്ങിപ്പോവുക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് പറയാൻ കാര്യം, സാറിൻ്റെ മകൻ മരണപ്പെട്ടത് ഈ പറഞ്ഞ പോലെ 6-7 വർഷം മുന്നേ ഒരു രാത്രിയിലാണ്. അത് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഞാൻ ആ മരണത്തിനും പ്ലസ് മരണത്തിനോടനുബന്ധിച്ച് 1-2 കാര്യങ്ങളും ഒക്കെ ഞാനവിടെ പോവുകയും വരികയും ചെയ്തിട്ടുണ്ട്. ആ മകനെ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു ഫംഗ്ഷനാണ്. അതായത് ആ മകൻ മരണപ്പെടുന്നതിന് ഒരു 4 മാസം മുമ്പോ 5 മാസം മുമ്പോ അവരുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ ഒരു വീട് കയറി താമസത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞാണ് ഈ യുവാവ് മരണപ്പെടുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഈ യുവാവിന് കാര്യമായ ശത്രുക്കളോ അല്ലെങ്കിൽ ഒന്നുമില്ല, മിത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഫ്രണ്ട്സുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ട്രിവാൻഡ്രത്തായിരുന്നു.
ഇടയ്ക്കും കോട്ടയത്ത് തറവാട് വീട്ടിൽ വരും, വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുക, പിന്നെ ഒഫീഷ്യൽ ടൈമിന് ട്രിവാൻഡ്രത്തേക്ക് മടങ്ങുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്. അദ്ദേഹത്തിന് ഈ പറയത്തക്ക ശത്രുക്കളൊന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ എന്തുകൊണ്ട് ആ യുവാവിനെ അത്ര നീചമായി കൊലപ്പെടുത്തി, അല്ലെങ്കിൽ അത് അന്നത്തെ പോലീസ് റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് അങ്ങനെ തന്നെയാണ് ആ കേസ് ഇതുവരെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും കൊലപ്പെടുത്തി എന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല. കൊല ചെയ്തു എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനകത്ത് ആ ഇടയ്ക്ക് ഞാനൊരു പത്രവാർത്ത വായിച്ചാൽ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അതായത് ആ റെയിൽവേ ക്രോസിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്വകാര്യ ബസ് മുതലാളിയുടെ വീട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ബസ്സിൻ്റെ വീടിൽ CCTV ക്യാമറ ഘടിപ്പിക്കൽ ജോലി അന്ന് പകൽ ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അന്നത്തെ ആ ഇടയ്ക്ക് പത്രവാർത്ത വായിച്ചത്. അന്ന് പകൽ ചെയ്യാൻ പറ്റാതെ വന്നത് മറ്റെന്തോ ഒരു തടസ്സം, പണിക്കാരന്ന് വരാമെന്ന് ഏറ്റിട്ട് അന്ന് CCTV അന്ന് ആ 7 കൊല്ലം മുന്നേ എന്നൊക്കെ പറയുന്ന CCTVക്ക് ഇച്ചിരി ഡിമാൻഡുള്ള ടൈമായിരുന്നു. അന്നൊക്കെ ഈ CCTV ഘടിപ്പിച്ച് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് അന്നത്തെ ദിവസം, ആ നിശ്ചിത ദിവസം അവർക്ക് അന്ന് ആ വർക്ക് ചെയ്യാൻ വരാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് അവർ ആ നിശ്ചിത ദിവസം എന്ന് പറയുന്നത് ഈ പയ്യൻ മരണപ്പെട്ട ദിവസത്തിൻ്റെ അന്നത്തെ പകലായിരുന്നു. ആ പകൽ അവർ വന്ന് CCTV ക്യാമറ ഘടിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് തെളിവായേന്. ആ പയ്യൻ്റെ ഒരു സമയം മോശമാണോ അതോ എന്തോ, അതും മറ്റേ പണിക്കാർക്ക് അവർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്തെ വർക്ക് തീരാത്തത് കൊണ്ട് അന്ന് അവർ വരാതിരുന്നതാണോ എന്തോ. അന്ന് CCTV ക്യാമറ ഘടിപ്പിച്ചില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഇത്രയും ആ കേസ് നീണ്ടു പോകത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഇരട്ടക്കൊലപാതകത്തിൽ നമ്മൾ നോക്കുമ്പം ഓൾറെഡി ഈ സിസ്റ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട്. മൃഗമുണ്ട്, പട്ടിയുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ടും നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്കാകട്ടെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കാകട്ടെ ഇതിൻ്റെ നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം ആർക്കും ഒന്നും അറിയില്ല. ഈ പറഞ്ഞ പോലെ കൊലയാളിയുടെ പേരെന്ന് പറയുന്ന രീതിയിൽ ആ ആസാമീസിൻ്റെ പേര് ഭിത്തിയിൽ ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇത്രയ്ക്കും വിദഗ്ധമായി കൊല ചെയ്യുന്ന വ്യക്തികൾ അത്തരം ഒരു മണ്ടത്തരങ്ങൾ കാണിക്കുമോ എന്നതാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് താഴെ പോയി, അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് താഴെ പോയി എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അത് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല, അറിയാതെ സംഭവിക്കുന്ന ഒരു മിസ്സിംഗ് ആണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു എവിഡൻസായിട്ട് എടുക്കുകയും ചെയ്യാം. എന്നാൽ ആ മതിൽക്കെട്ടിൽ ഒരു പേര്, അത് ഇന്നലെ എഴുതിയതാണോ മിനിഞ്ഞാന്ന് എഴുതിയതാണോ എന്നൊന്നും അറിയില്ല, മുൻ ജീവനക്കാരൻ്റെ പേര് എഴുതിയിരുന്നു എന്ന് പറയുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരാണ് അങ്ങനെ എഴുതി വെച്ചത്? അവൻ തന്നെ ചെയ്തിട്ട് പോകുന്നതാണോ? ഒരിക്കലും അവൻ ചെയ്യുകയില്ല. കാരണം അവൻ്റെ ഡ്യൂട്ടി അങ്ങനെ അവൻ ചെയ്യാൻ വന്നവനാണെങ്കിൽ അവൻ്റെ ഡ്യൂട്ടി വീടിൻ്റെ ഇൻസൈഡാണ്. ആ ഇൻസൈഡ് ജോലി കഴിഞ്ഞാൽ എത്രയും വേഗം സകല തെളിവും നശിപ്പിച്ച് അവൻ മുങ്ങാനല്ലേ നോക്കുകയുള്ളൂ. അവന് പേന കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൈ കിട്ടുന്ന ഒരു കമ്പി കഷ്ണം കൊണ്ടോ ചുമരിൽ എഴുതിക്കൊണ്ടിരിക്കുമോ? അപ്പം ഈ കൊലപാതകത്തിൻ്റെ ട്രാക്ക് തിരിച്ചു വിടാനോ മറ്റോ ആണോ എന്നും കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം ആ വീട്ടിൽ അവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് ഓർക്കാപ്പുറത്തോ അല്ലെങ്കിൽ ഗസ്റ്റുകളോ ആരെങ്കിലും വന്ന് 2 പേരും കൂടി അവിടെ താമസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ കാര്യം കൂടി നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടി വന്നേനെ. എന്തായാലും സാറിൻ്റെ ഒരു ബ്രദർ ട്രിവാൻഡ്രത്താണ്. അദ്ദേഹം ഇന്നലെ വൈകിട്ടോടുകൂടി കോട്ടയത്ത് എത്തി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി എത്തിപ്പെടാനുള്ളത് മകൾ മാത്രമേ ഉള്ളൂ. മകൾ ഇന്ന് പുലർച്ചെ എത്തും എന്നാണ് അറിയാൻ സാധിച്ചത്. കഴിയുമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ശവസംസ്കാരം നടക്കും. അതല്ല നിയമപരമായി മറ്റെന്തെങ്കിലും എവിഡൻസുകൾ കളക്ട് ചെയ്യാനോ മറ്റോ ആവശ്യം വരികയോ ആണെങ്കിൽ തീർച്ചയായും അത് ഇന്നത്തെ ശവസംസ്കാരം എന്നുള്ളത് നാളെ നടക്കുകയുള്ളൂ എന്നതാണ്
എൻ്റെ ഒരു സാങ്കല്പികം കേട്ടോ, അല്ല മറ്റൊന്നുമല്ല. കാരണം വരാനുള്ളത് ദൂരെ നിന്ന്, വളരെ ദൂരെ നിന്ന് വരാനുള്ളത് മകളാണ്. മകൾ ഇന്ന് മോർണിംഗ് തന്നെ എത്തിപ്പെടുമെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ സാറിൻ്റെ ബ്രദർ അദ്ദേഹം ട്രാൻഡത്തില്ലേ, അതിന് നേരം വേണം, വൈകിട്ട് 5 മണിക്കുള്ളിൽ എത്തിയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പിന്നെയുള്ളത് മീര മേഡത്തിൻ്റെ ബന്ധുമിത്രാദികളാണ്. അവരൊക്കെ ഇന്നലെ വൈകിട്ട് തന്നെ എത്തിയിട്ടുണ്ടാവും. വൈകിട്ടോടുകൂടി തന്നെ പിന്നെ മീര മേഡത്തിൻ്റെ അവരുടെ ബന്ധുമിത്രാദികളാണ്. ഇച്ചിരി ദൂരെ നിന്നൊക്കെ ട്രിച്ചിയിൽ നിന്നൊക്കെ വരാനുണ്ട്. അവരൊക്കെ ഇന്നലെ വൈകിട്ട് തന്നെ ട്രിച്ചി ചെന്നൈ അവിടെ നിന്നൊക്കെ എത്താനുണ്ട്. അവരൊക്കെ ഇന്നലെ വൈകിട്ട് തന്നെ എത്തിയിട്ടുണ്ടാവും എന്നതിൽ സംശയമില്ല. കാരണം അവർ വിവരം അറിഞ്ഞ ഉടനെ തന്നെ രാവിലെ 10 മണിക്ക് വിവരം അറിഞ്ഞ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടുണ്ടാവും. പുറപ്പെട്ടാലും രാത്രി 10 മണിക്ക് മുന്നേ എത്തിച്ചേരാനുള്ളതേ ഉള്ളൂ. അഥവാ ഇല്ലെങ്കിൽ തന്നെ അർദ്ധരാത്രി ആണെങ്കിലും എത്തിപ്പെടാനുള്ള ദൂരമേ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും ഇന്ന് പ്രശ്നം ഉള്ള കാര്യങ്ങളല്ല. എന്തായാലും ഇന്ന് ശവസംസ്കാരം നടക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതിനോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം CBIയുടെ ട്രിവാൻഡ്രം ടീം എത്തിയിരുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ബോഡി ഉള്ളത്. ചിലപ്പോൾ ഞാൻ ഒരു 11 മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ ചെല്ലും. എന്നെ വിളിക്കുകയോ എന്നെ അറിയിക്കുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മെഡിക്കൽ കോളേജിലെത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനോട് പിന്നാമ്പുറത്തെ പിന്നീടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ട്. എൻ്റെ ചാനൽ നിർബന്ധമായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.